റേമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പം എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ അർത്ഥം എന്നിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഇന്ന് ഈ സംപ്രേഷണത്തിൽ പങ്കുചേരുന്ന ദൈവജനം അവര് ഈ TV ഓണാക്കി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇടയായത് പോലും യാദൃശികമായിട്ടല്ല. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തപ്പോൾ, അരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപ നഷ്ടപ്പെട്ടു. ജെന്റിൽനെസ് പുലർത്തുന്ന ഒരു മനുഷ്യൻ ഒരു മുറിക്കുള്ളിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് മുട്ടും, 2 തവണയെങ്കിലും മുട്ടിയിട്ടേ കയറത്തുള്ളൂ, തള്ളി തുറന്ന് കയറത്തില്ല. ഈ ദൈവത്തിന്റെ പ്രത്യേകതയാണ്, നമ്മൾ വാതിൽ തുറന്നാലേ പ്രവേശിക്കത്തുള്ളൂ. വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. വചനം ഇന്ന് ഫലം ചൂടുന്നതും പരിശുദ്ധാത്മാവിലൂടെയാണ്. 2000 വർഷങ്ങൾക്കോ 3000 വർഷങ്ങൾക്കോ മുമ്പേ എഴുതപ്പെട്ട വചനങ്ങൾ ഇന്നും ലോക മനസാക്ഷിയിൽ, മനുഷ്യരാശിയിൽ ഒക്കെ ഫലം ചൂടുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ പ്രവർത്തനത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് 4 വൈദികരാണ്. ഞാൻ ഫാദർ ജോസഫ് ഓണാട്ട് VC, ഇലന്തൂരുള്ള, പത്തനംതിട്ടയിലെ ഇലന്തൂരുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇത് ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ, നവവൈദികനാണ്. അദ്ദേഹം കോട്ടയം പ്രൊവിൻഷ്യൽ ഹൗസിൽ ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹം ഫാദർ ജോസ് തയ്യിൽ, കാസർഗോഡുള്ള ഞങ്ങളുടെ മൈനർ സെമിനാരിയിൽ വൈസ് റെക്ടറായിട്ട് സേവനം ചെയ്യുന്നു. ഇത് ഫാദർ ജിസ്മോൻ മാടശ്ശേരിൽ, മുന്നൂർപ്പള്ളിയിലുള്ള ഞങ്ങളുടെ ആശ്രമത്തിൽ വൊക്കേഷൻ പ്രൊമോട്ടറായി സേവനമനുഷ്ഠിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആർക്കാണ് ഒരു സുഹൃത്തിനെ ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും ഒരു തുണയ ആഗ്രഹമുണ്ട്. കൂടെ എല്ലായ്പ്പോഴും ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ചിലരൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും. എന്നാലും മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവണത എന്ന് പറയുന്നത് കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈശോ അതാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ഒരു സഹായകനെ ഞാൻ അയക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധാത്മാവ്. നമ്മളിന്ന് വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം. അതിപ്രകാരം പറയുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും വലിയ വാഗ്ദാനമാണ് ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഈ വചനത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരാശയം, നമുക്കറിയാം പരിശുദ്ധാത്മാവ് സഹായകനാണ്, എന്നാൽ ഈശോ പറയുന്നത് മറ്റൊരു സഹായകനെ തരും എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഒരു സഹായകൻ ഉണ്ടായിരുന്നു, അത് ഈശോ തന്നെയാണ്. ഈശോ അന്ന് ചെയ്തിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റേതായിട്ടുള്ള പൂർത്തിയിൽ ഇന്ന് ചെയ്യാൻ ശിഷ്യന്മാരെ സഹായിക്കുന്ന, അല്ലെ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ത്രിത്വത്തിലെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് സഭയെ നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഇന്ന് സഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ഇന്ന് സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ്. അതായത് അന്ന് ഈശോ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഈശോ സുവിശേഷ പ്രഘോഷണം ചെയ്തു. ഈശോ ശിഷ്യന്മാരുടെ കൂടെയായിരുന്നു. അവൻ അവരെ പഠിപ്പിച്ചു, ജനങ്ങളെ പഠിപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടു, ഉറങ്ങി. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശിഷ്യന്മാരുടെ മുൻപിൽ ഈശോ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും, അവരുടെ കൂടെ ആയിരുന്ന എല്ലാ അവസ്ഥകളും ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ കൂടെ തുടരാൻ വേണ്ടിയിട്ട് ഞാനൊരു പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയാണ്. ഇതാണ് ഈശോയുടെ വാഗ്ദാനമായിട്ടുള്ള പരിശുദ്ധാത്മാവ്. ഈശോ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഇന്ന് സഭയിൽ തുടരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇങ്ങനെ പറയുമ്പം ചിലവരുടെ ഒരു ചിന്തയുണ്ട്, ഇപ്പം കുറച്ച് പേർക്ക് ഭാഷാപരമുണ്ട്, പ്രവചനപരമുണ്ട്, വ്യാഖ്യാനപരമുണ്ട്, ദർശനപരമുണ്ട്. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് മാത്രം ചുരുക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ എനിക്ക്
നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് എന്നിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. എനിക്ക് ഒരു കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് എന്നിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അച്ഛാ, ഏതൊരു കാര്യത്തിലാണേ പോലും, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു കാര്യത്തിലാണേ പോലും പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നില്ലെന്നുള്ളത്. ഇത് ദൈവം തിരുവചനത്തിലൂടെ അരുൾ ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും ദേവാലയത്തിലേക്ക് ഒരു ദിവസം എഴുന്നേറ്റ് രാവിലെ പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ കഴിവും കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് പോയത്, ഞാൻ തീരുമാനമെടുത്തതിൻ്റെ പേരിലാണ് നമുക്കിത് സാധിച്ചത്. എന്നാൽ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയല്ല. ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഉള്ള ഈ തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു യാത്ര, ഇത് സാധ്യമാക്കിയത് തന്നെ പരിശുദ്ധാത്മാവാണ്. ഏറ്റവും നിസ്സാരമായി ഒന്ന് ചിന്തിച്ച്, ഇന്ന് ഈ സംപ്രേഷണത്തിൽ പങ്കുചേരുന്ന ദൈവജനം, അവര് ഈ TV ഓണാക്കി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇടയായത് പോലും യാദൃശികമായിട്ടല്ല. എന്നാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവീക പദ്ധതിയുണ്ട്. ഈ ദൈവീക പദ്ധതി ഇന്ന് ഈ ഭൂമിയിൽ സാധ്യമാക്കുന്നതാണ് ഈ പരിശുദ്ധാത്മാവായ ദൈവം നിരന്തരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഴി നടത്തുന്നു. പരിശുദ്ധാത്മാവാണ് ഈ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ശിഷ്യന്മാർ അവരുടെ മാനുഷിക ബലം കൊണ്ട്, മാനുഷിക ചിന്തയിൽ കൊണ്ട് അവർ പറഞ്ഞു, കർത്താവ് വഴി നടത്തിയ കാലഘട്ടത്തിൽ, 3 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ പറഞ്ഞ ഇപ്രകാരമാണ്: കർത്താവെ, മരിക്കേണ്ടി വന്നാൽ പോലും നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ കടന്നു പോകില്ല. നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ പോലും തയ്യാറായി, മരിക്കാൻ പോലും തയ്യാറായി നിന്ന ഒരു പറ്റം ശിഷ്യന്മാർ അവരവരുടെ കഴിവിലാണ് ആശ്രയിച്ചത്. എന്നാൽ ദൈവം അതിനെ തിരുത്തുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് ഗത്സമേൻ തോട്ടത്തിൽ അവരോട് പ്രാർത്ഥനയുടെ ഒരു അരൂപിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അവർ ഉറങ്ങിപ്പോകുന്നു. മാനുഷികമായ രീതിയിൽ അവർ ബലഹീനരായി പോകുന്നു. അതുകൊണ്ട് തന്നെ പീഡാസഹന വേളയിൽ ശിഷ്യന്മാരെ നമ്മൾ കാണുന്നില്ല, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും ഓടിപ്പോകുന്നു മാനുഷിക ബലത്തിൽ ആശ്രയിച്ചു. എന്നാൽ ഈ പെന്തക്കോസ്ത കഴിഞ്ഞു കഴിയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ട് പത്രോസ് എഴുന്നേറ്റ് ഒരു പ്രസംഗത്തിലൂടെ മാനസാന്തരപ്പെടുത്തുന്നത് 3000-ൽ പരം ആളുകളെയാണ്. ഈ പത്രോസ് ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും ഏറ്റുപറയാൻ മടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതാണ് 3 പ്രാവശ്യം തള്ളി പറയുന്നത്. അപ്പൊ സ്ത്രീയുടെ മുമ്പിൽ പോലും ഏറ്റുപറയാൻ മടിച്ചിരുന്ന പത്രോസ് പെന്തക്കോസ്ത കഴിഞ്ഞപ്പം 3000 ആളുകൾ മാത്രമല്ല, പിന്നീട് സൻഹെദ്രിൻ സംഘത്തിന്റെ മുമ്പിൽ പോലും ധൈര്യപൂർവ്വം ഏച്ചു പറയാൻ മാത്രമുള്ള ശക്തി കിട്ടി എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴുള്ള വലിയൊരു മാറ്റം എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവ്, പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു പരിപാടി തുടങ്ങുമ്പം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണം എന്ന പാട്ട് പാടും, അല്ലെങ്കിൽ തന്നാലും നാഥാന്നൊരു പാട്ട് പാടും. അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ ഈ പരിശുദ്ധ? പക്ഷേ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ദൈവ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മൾ മറന്നുപോയ ഒരു ദൈവമാണോ ഈ പരിശുദ്ധാത്മാവെന്ന് ചിന്തിക്കണം. അധികം ആരും ചിന്തിക്കാത്തൊരു കാര്യം. ചിലപ്പോൾ കരിസ്മാറ്റിക്കിലേക്ക് മാത്രമായിട്ട് പരിശുദ്ധാത്മാവിനെ ഒതുക്കുന്നു. അതല്ല, എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ നീ എന്നിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവെ, വചനം ഫലം പുറപ്പെടുവിക്കുന്നത് എപ്പോഴാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മയിൽ വചനം മാംസമായത് എപ്പോഴാ? പരിശുദ്ധാത്മാവ് വന്നതാണ്. അപ്പോൾ ഈ വചനം പുറപ്പെടുവിക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അച്ഛനെന്ത് തോന്നുന്നു? നമ്മുടെ മാമോദീസ തന്നെ എടുത്തു നോക്കാം. മാമോദീസയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം സ്വീകരിച്ചു. പിന്നീട് സ്ഥൈലവനത്തിലൂടെ വലിയൊരു അഭിഷേകം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഒരു ബ്രദർ ഇങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ, രാത്രി റിക്രേഷനൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. രസകരമായിട്ട് ചോദിച്ച ചോദ്യമാണ്, നമ്മൾ എല്ലാ കൂദാശകളിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, പക്ഷെ നമ്മുടെ മന്ത്ലി റിക്കൾഷൻ വരുന്നു, അതായത് ഒരു ദിവസത്തെ പ്രാർത്ഥനയൊക്കെ സെമിനാരി വരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഓരോ പ്രാരംഭത്തിലും നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് വിളിക്കുന്നത്? കാരണം ഓൾറെഡി നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെടുന്ന കൂദാശകളൊക്കെ സ്വീകരിച്ചു. പക്ഷേ ഓരോ പരിപാടിക്ക് മുമ്പും നമ്മൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രത്യേകം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ലേ എന്നാണ് ആ ബ്രദർ ചോദിക്കുന്നത്. ചോദ്യത്തെക്കുറിച്ച് കുറച്ചും കൂടിയൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരുപക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് അറിയാം, പഴയ നിയമത്തിലുള്ള സാംസന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കുക. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തപ്പോൾ, അരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ
കൃപ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് പോയി എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് സാവൂളിന്റെ ജീവിതത്തിലും അത് തന്നെ കാണുന്നുണ്ട്. സാവൂള് ആത്മാവ് പോയത് അവൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു വ്യാഖ്യാനം നൽകുന്നത് ഹീസ് എ ജെന്റിൽമാൻ എന്നാണ്. അതായത് നമ്മുടെ പ്രത്യേകത എന്താണ്? ഒരു അത്യാവശ്യം ജെന്റിൽനെസ് പുലർത്തുന്ന ഒരു മനുഷ്യൻ ഒരു മുറിക്കുള്ളിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് മുട്ടും, 2 തവണയെങ്കിലും മുട്ടിയിട്ടേ കയറത്തുള്ളൂ, തള്ളി തുറന്ന് കയറത്തില്ല. ഈ ദൈവത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ വാതിൽ തുറന്നാലേ പ്രവേശിക്കത്തുള്ളൂ. അതായത് നമ്മൾ ഈ പ്രവേശനത്തിൽ നമ്മൾ പ്രവേശന ഗാനമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിക്കുന്നു, അല്ല നമ്മുടെ കോമൺ പ്രെയർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാരണം ഈ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് വന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. എന്നിട്ട് വീണ്ടും പൗലോസ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: ഈ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഇംഗിതം അനുസരിച്ചാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവിക പദ്ധതി അനുസരിച്ചായി നടപ്പിലാക്കപ്പെടും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ പിശാചിന്റെ പ്രവർത്തനം, അവനൊരു ജെന്റിൽമാനൊന്നുമല്ല, ഇടിച്ചു കയറി വരും. നമ്മൾ എന്തെങ്കിലും ഒരു പഴുതുകൾ അവശേഷിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെ പാപത്തിന് വേണ്ടി നമ്മളൊരു ചിന്തയെങ്കിലും മനസ്സിലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളിലേക്ക് ഇടിച്ചു കയറും. പിശാചിനെ, സാത്താനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ദൈവം തന്നെ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണല്ലോ: കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും കടന്നു വരുന്നവൻ. ഒരു ബലപ്രയോഗത്തിലൂടെ മനുഷ്യ മനസ്സുകളെ തകർത്ത് അതിനെ നഷ്ടപ്പെടുത്തുന്നു. നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ മോഷ്ടിക്കാനൊക്കെ അവനെ കൊണ്ട് പറ്റും. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ്, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. നമ്മൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ കാണാം, ശിഷ്യന്മാർ 12 പേരിൽ ഒരുവൻ പോയി, യൂദാസ് പോയി, 11 പേര്. അപ്പൊ അവർക്കത് വീണ്ടും 12 ആക്കണമെന്ന് കാണുമ്പം അവരെന്താ ചെയ്യുന്നത്? കുറിയിട്ടെടുക്കുകയാണ്. കുറിയിട്ട് നറുക്കിട്ടെടുക്കുമ്പോൾ കിട്ടുന്ന പേരാണ് മത്തിയാസ്. പക്ഷെ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം ഇതാണ്: ആത്മീയമായ ശുശ്രൂഷകൾ ചെയ്യാൻ ഇവർക്ക് നേരം കിട്ടുന്നില്ല. കാര്യം ഭൗതികമായ കാര്യങ്ങളും, ജനങ്ങളുടെ, ദൈവജനത്തിന്റെ ഭൗതികമായ കാര്യങ്ങളും ഇവർ നോക്കുന്നു, ആത്മീയ കാര്യവും നോക്കുന്നു. അപ്പൊ ഭൗതിക കാര്യങ്ങൾ വർദ്ധിച്ചപ്പം ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഇവരൊരു തീരുമാനം എടുക്കുകയാണ്, ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നും 7 പേരെ തിരഞ്ഞെടുത്ത് അവരെ ഈ ഭൗതിക ശുശ്രൂഷ ഏൽപ്പിക്കുക, ബാക്കി ശിഷ്യന്മാർ ആത്മീയ ശുശ്രൂഷയിൽ മാത്രം മുഴുകുക എന്നുള്ളത്. അവർ ആ 7 പേരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? നറുക്കിട്ടല്ല എടുക്കുന്നത്, പ്രാർത്ഥിച്ച് അതിൽ നിന്നും 7 പേരെ എടുക്കുകയാണ്. ഇതിന്റെ ഇടയിൽ, ഈ 2 സംഭവങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്, അത് പെന്തക്കോസ്ത. ഈ പെന്തക്കോസ്ത, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പിന്നെ നറുക്കെടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തും. ഇത് പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മന്നാക്കലച്ചൻ, MSFSലെ മന്നാക്കലച്ചൻ പറഞ്ഞ ഒരു സംഭവമായിട്ട് ഡാനിയൽ അച്ഛൻ പറയുന്നതാണ്. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാ: ഒരിക്കലും മന്നാക്കലച്ചൻ എയർപോർട്ടിലിരിക്കുക. എയർപോർട്ടിൽ ഇങ്ങനെ, ദുബായിലാന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എയർപോർട്ടിലിരിക്കുമ്പം അവിടെ എയർപോർട്ട് അതോറിറ്റീസ് ഒരു മനുഷ്യനെ തടയുന്നു. അയാളെ ഫ്ലൈറ്റിൽ കയറാൻ സമ്മതിക്കുന്നില്ല, തടയുവാണ്. തടയുന്നത് എന്തിനാന്ന് വെച്ചാൽ, അയാളുടെ കയ്യിൽ ഒരു പെട്ടിയിൽ ഒരു എലിയുമുണ്ട്, ഒരു പാമ്പുമുണ്ട്. അപ്പോൾ അതോറിറ്റീസ് പറഞ്ഞു ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അയാൾ പറയുകയാണ്, ഇതെന്റെ ദൈവങ്ങളാണ്, എനിക്കിത് കൊണ്ടുപോകണം. വേറെ ഏതോ ഭാഷയിലാണ് പറയുന്നത്, ഇതെന്റെ ദൈവങ്ങളാണ്, എനിക്കിത് കൊണ്ടുപോകണം. അപ്പൊ മന്നാക്കലച്ചൻ അവിടെ ഇരുന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നത്? ഉടനെ മന്നാക്കലച്ചന്റെ മനസ്സിലേക്ക് വരികയാണ്, ആ മനുഷ്യന്റെ പേര് ജോസഫ് എന്നാണ്. അദ്ദേഹം ഒരു ജർമ്മൻകാരനാണ്, അദ്ദേഹം കത്തോലിക്കനാണ്. ഉടനെ മന്നാക്കലച്ചൻ വിളിക്കുകയാണ്, ജോസഫ്. ഉടനെ ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ വൈറ്റ് കോളർ ഇട്ടിരിക്കുന്നത് കൊണ്ട് മനസ്സിലായി ഒരു പുരോഹിതനാണ്. അപ്പം ഈ മനുഷ്യൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി ഞാൻ ജോസഫാണ്? അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ജോസഫ് മാത്രമല്ല, നീ ഒരു ജർമ്മൻകാരനാണ്, നീ ഒരു കത്തോലിക്കനുമാണെന്ന്. അപ്പൊ ഇതെങ്ങനെ അച്ഛന് മനസ്സിലായി? അപ്പൊ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയതാണോ? അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, പരിശുദ്ധാത്മാവോ, അതാരാണ്? അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ഈ ദൈവങ്ങളെ കൊണ്ട് കളയാൻ പറഞ്ഞു. ആ മനുഷ്യൻ അതുകൊണ്ടേ കളഞ്ഞ് ഇവർ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അച്ഛൻ എയർ ഹോസ്റ്റസിന്റെ അടുത്ത് പറഞ്ഞ് ഈ മനുഷ്യന് ഇവരുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. പിന്നീട് അച്ഛൻ ഈ മനുഷ്യന് സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ഈ ജോസഫിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ,
ജോസഫ് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനില്ല, ഞാൻ അച്ഛൻ്റെ കൂടെ വന്നോട്ടെ. ഈ അച്ഛൻ്റെ കൂടെ കൂടി അച്ഛൻ്റെ വിദേശ ശുശ്രൂഷകൾക്കെല്ലാം പിന്നീട് കോർഡിനേറ്ററായ മാതിരി ജോസഫാണ്. അങ്ങനെ കോർഡിനേറ്ററായിട്ട് ഇരിക്കുമ്പോൾ ജോസഫിന് ഇറാഖിലേക്ക് പോകാൻ ഒരു ആഗ്രഹം തോന്നി. അച്ഛൻ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. ഇറാഖിൽ ചെന്ന് സുവിശേഷ വേല ചെയ്യുമ്പോൾ ISIS ഭീകരർ ഈ ജോസഫിന്റെ 2 കാലും 2 കൈകളും മുറിച്ചു, പിന്നെ തല വെട്ടി കൊല്ലുകയാണ്. ഒരു രക്തസാക്ഷിയായി മാറി. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന പറയും. ഒരു മനുഷ്യന്റെ ദൈവവിളി ഒരു പരിശുദ്ധാത്മാവ് മന്നാക്കലച്ചന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതായത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ള. കാരണം ശിഷ്യന്മാരുടെ ജീവിതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെന്തക്കോസ്തായ്ക്ക് ശേഷം ആദ്യം വചനപ്രഘോഷണം നടത്തുന്നത് പത്രോസ്ലിഹയാണ്. പത്രോസ്ലിഹ പറയുന്നത് എന്താണ്? യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അപ്പോൾ യേശുവിനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് മുഖേന പത്രോസ്ലിഹ പ്രഘോഷിച്ചത്. അതിനുശേഷം മുൻപോട്ട് പോയി കഴിയുമ്പോഴും ഇരുകാലും മുടന്തനായിട്ടുള്ള മനുഷ്യനെ സുഖപ്പെടുത്തണം, പൊന്നോ വെള്ളിയോ കയ്യിലില്ല, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. സെൻഹദ്രീൻ സംഘം ഇവരോട് പറയുന്നുണ്ട്, യേശുനാമത്തിൽ മിണ്ടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പക്ഷെ അവർ പറയുന്നത് എന്താ കാര്യം? ആകാശത്തിന് കീഴെ യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അപ്പം പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറഞ്ഞവരുടെ പ്രഘോഷണം ഇത് മാത്രമേ ഉള്ളൂ. മറ്റൊരു ജ്ഞാനവും അവർ തേടുന്നില്ല, മറ്റൊരറിവും അവർക്ക് വേണ്ട. മുക്കുവർക്ക് പക്ഷെ ഉള്ള അറിവ് എന്താണ്? യേശുവാണ് ഏകരക്ഷകൻ. അത് രക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ താക്കോൽ പഴുതാണ്. ആ താക്കോൽ തുറന്നു കഴിഞ്ഞാലേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെയും മുൻപിലോട്ട് പോയി കഴിയുമ്പം ഇവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അങ്ങയുടെ കൈകൾ നീട്ടണമേ, അവിടുത്തെ വചനം പൂർണ്ണതയത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉത്തരം എന്താണെന്നറിയാമോ? അവരായിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. യേശുവിനെ പ്രഘോഷിക്കണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതിന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണം. അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവ്. ആ പ്രാർത്ഥന വന്നു കഴിഞ്ഞപ്പോൾ, യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ള പ്രാർത്ഥന വന്നപ്പം പരിശുദ്ധാത്മാവിൽ നിറയാണ്. പിന്നെയും മുൻപോട്ട് പോയി കഴിയുമ്പം പറഞ്ഞ ഡീക്കൻ സ്റ്റീഫൻ, അദ്ദേഹം പിടിക്കപ്പെട്ടത് യേശുവിനെ സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിലാണ്. കല്ലുകൾ തൻ്റെ നേരെ പാഞ്ഞു വന്നു കഴിയുമ്പോൾ അവൻ മുകളിലേക്ക് നോക്കിയിട്ട് പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് ദൈവപുത്രൻ എഴുന്നള്ളിയിരിക്കുന്നത് ഞാൻ കാണുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ സാക്ഷിയായിട്ട് അവൻ മാറുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മനുഷ്യൻ പ്രഘോഷിക്കുന്നതെല്ലാം തന്നെ യേശുവാണ് ഏകരക്ഷ. അതാണ് കൊറിന്ത്യർ ലേഖനത്തിന് പൗലോസ്ലീഹ പറയുന്നത്, ദൈവാത്മാവ് മുഖേനയാണ് യേശു ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കാൻ നമുക്ക്. ഇന്ന് ഈ സുവിശേഷ പ്രഘോഷണം വളരെ കുറഞ്ഞു വരികയാണ്. യേശു ഏകരക്ഷകനാണെന്ന് പറയാൻ പലപ്പോഴും മടിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയും എല്ലാ മതങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തിനാ അങ്ങനെ പറയുന്നത്, ദൈവം എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു പെന്തക്കോസ്ത സംഭവിക്കണം എന്ന് തോന്നുന്നു. ഇനി നമ്മളെല്ലാവരും അല്ലെങ്കിൽ എല്ലാവരുടെയും അധരങ്ങളിൽ ഇത് വരണമെങ്കിൽ, യേശു ആണ് ഏകരക്ഷകൻ എന്ന് വരണമെങ്കിൽ ഒരു പെന്തക്കോസ്ത. ജോയൽ പ്രവാചകന്റെ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം പറയുന്നത് പോലെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഒരു പാട്ടുണ്ടല്ലോ അച്ഛാ, അത് കാര്യം. ആ ഒരു പ്രവചനമാണ് അപ്പസ്തോല പ്രവർത്തനം 2-ൽ കാണുന്നത്. അതിന്റെ പൂർത്തീകരണം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ യുഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടമായി നമ്മുടെ ഇടയിൽ സാന്നിധ്യം അറിയിക്കുന്ന. അച്ഛൻ പറഞ്ഞല്ലോ, ഈ ഏകരക്ഷകൻ എന്നുള്ളൊരു മടി അത് ഇപ്പോൾ കൂടെ കണ്ടുവരുന്നു. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം. ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത്: അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കും. ഇന്ന് പാപബോധം അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവീക നീതി എന്താണെന്നും വരാനിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ന്യായവിധി എന്താണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു അന്ധത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് ഇത് സാധ്യമായ ഒരു അനുഭവമാണ് ജോയൽ പ്രവാചകനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഭവം. ആ സാധ്യമായ അനുഭവം ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥന ഉയരേണ്ട ഒരു കാലഘട്ടത്തിലാണ്, ഈ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ഇപ്പോൾ കൂടുതൽ പാടി കേൾക്കാത്ത ഒരു ഗാനമാണ്. എങ്കിലും അത് എല്ലാവരുടെയും അധരങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ഒരു ഗാനം ആലപിക്കാം. ജോയേൽ പ്രവാചകൻ വഴിയാ വാഗ്ദാനം ചെയ്തതുപോ
ഈ ദാസരെ നിറഞ്ഞിടുവാൻ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയാ 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 സ്തോത്രമാമേ. ഹല്ലേലൂയാ 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 സ്തോത്രമാമേ. ഈ എപ്പിസോഡിൽ നമ്മൾ വളരെ ലളിതമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പറ്റി ധ്യാനിച്ചത്. അപ്പോൾ നമ്മൾ തുടക്കം കാണുന്നുണ്ട്, ദൈവം കൂടെ നടക്കുന്ന ആദിമാതാപിതാക്കളുടെ കൂടെ നടക്കുന്നു. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുന്നു, പുത്രനായ ദൈവം കൂടെ നടക്കുന്നു. അപ്പോൾ ഈ യുഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കേണ്ട ഒരു യുഗമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ പ്രചോദനം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്, ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവപുത്രന്മാരും പുത്രിമാരും ആകാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ലിഖിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇത്ര ശക്തമായിട്ട് നമ്മൾ ധ്യാനിച്ചു, ചിന്തിച്ചു, പങ്കുവെച്ചു എങ്കിൽ ഈ ആഴ്ചക്കാലം നമുക്കൊന്ന് ധ്യാനിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഒന്ന് ജീവിതം മുന്നോട്ട് നീങ്ങുവാൻ, പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ദാഹം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകുവാൻ വേണ്ടി ഈ ഒരു ആഴ്ചക്കാലം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.